പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം അതിന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്, നോക്കിയാൽ അറിയാം. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞു, ജനതാ പാർട്ടിയായിരുന്നു, ജനസംഘവും എല്ലാം കൂടി. ജനതാ പാർട്ടി അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. പിന്നീട് നമുക്കറിയാം എത്ര പ്രാവശ്യം CPUമായിട്ട് RSSുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടായിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഞാൻ തെളിവോട് ഇന്നിപ്പോൾ എൻ്റെ FB പോസ്റ്റിന് കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാം. CPMൻ്റെ RSS ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്? അല്പസ്വല്പം ഉപകാരസ്മരണയെങ്കിലും വേണ്ടേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ? എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലെ 2021 തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോലും ഓർഗനൈസറിന്റെ മുൻ എഡിറ്ററായ ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ. 89 VP സിംഗിന്റെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. അതിന്റെ തുടർച്ചയായിട്ടാണോ ഈ ഗവർണർ വിഷയത്തിൽ? അല്ല, ഗവർണർ വിഷയത്തിൽ എന്തുകൊണ്ട് ആദ്യം CPM മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ, തൻ്റെ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ഇസുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി. അവരുടെ ക്യാമ്പയിനായിരുന്നു CPIയുടെ സംസ്ഥാനത്തുടനീളം. എന്നാൽ ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് നന്നായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പിൽ CPM സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു 10 ദിവസം മുമ്പ് നടത്തിക്കൂടായിരുന്നോ? അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത? സത്യമാണ്, രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ. നിങ്ങൾ ആ തമിഴ്നാട്ടിലെ സ്റ്റാലിനൊക്കെ കണ്ട് പഠിക്കുക, എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയ സമരം നടത്തുന്നത് എന്നുള്ളത്. സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നു. ഇവിടെ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി ഒരബദ്ധം പറഞ്ഞു എന്ന് അവർ പറയുന്നു, സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മറച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യുതി ശ്രമിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ അപഹാസ്യനാക്കുകയാണ് ചെയ്തത്.